ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദിവാസി സമൂഹത്തെ ശാക്തീകരിക്കാതെ വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ശുചിത്വ ഭാരത് ദൌത്യം ഇന്ത്യയ്ക്ക് സഹായകമായതായി ലോക നേതാക്കൾ. ദൌത്യം നടപ്പാക്കിയതിൽ പ്രധാനമന്ത്രിക്ക് അഭിനന്ദന പ്രവാഹം. ഇറാനിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇസ്രായേലിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് യുഎൻ സെക്രട്ടറി ജനറലിനെ വിലക്കിയതിന്റെ പശ്ചാത്തലത്തിൽ അന്റോണിയോ ഗുട്ടറസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി. രാജ്യത്ത് 9 ദിവസം നീണ്ടുനിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ഐസിസി വനിതാ 2020 ലോകകപ്പിന്റെ 9ാം പതിപ്പിന് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാജസ്ഥാനിലെത്തും. ഉദയ്പൂരിൽ മോഹൻലാൽ സുഖാദിയ സർവകലാശാലയിലെ 32ാമത് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. രാജസ്ഥാൻ സർക്കാർ സംഘടിപ്പിക്കുന്ന ആദി ഗൌരവ് സമാരോഹ് പരിപാടിയിലും രാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഝാർഖണ്ഡിലെ ഹസാരിബാഗിൽ 83,300 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിച്ചു. ഇതിൽ 79,150 കോടി രൂപ വകയിരുത്തിയിട്ടുള്ള ധർത്തി ആഭ ജൻജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാനും പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാന് കീഴിലുള്ള വിവിധ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. 40 ഏകലവ്യ സ്കൂളുകൾ ഉദ്ഘാടനം ചെയ്യുകയും 25 എണ്ണത്തിന് തറക്കല്ലിടുകയും ചെയ്തു. 5 കോടിയിലധികം ഗോത്രവർഗ്ഗക്കാർക്ക് ഈ പദ്ധതികളുടെ പ്രയോജനം ലഭിക്കും. आज उनके नाम पर धरती आबा जनजातीय ग्राम उत्कर्ष अभियान शुरू हुआ है. इस योजना का फोकस है कि जिन भी आदिवासी भाई बहनों को अब तक सरकारी योजनाओं का लाभ नहीं मिला है, उन्हें हर लाभ से जोड़ा जाए. योजना के तहत आदिवासी भाई बहनों के लिए ट्राइबल मार्केटिंग सेंटर बनाए जाएंगे. രാജ്യത്തെ ആദിവാസി സമൂഹത്തെ ശാക്തീകരിക്കാതെ വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഹസാരിബാഗിൽ നടന്ന മറ്റൊരു പരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തു. സ്വച്ഛ് ഭാരത് ദൌത്യം 10 വർഷം പൂർത്തിയാക്കിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ആഗോള സംഘടനകൾ. വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ രാഷ്ട്ര നിർമ്മാണത്തിനും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ശുചിത്വ ഭാരത് ദൌത്യം സഹായകമായെന്ന് ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനം ഗെബ്രിയേസിസ് പറഞ്ഞു. ശുചിത്വ ഭാരത യജ്ഞം ഇന്ത്യയിൽ വലിയ പരിവർത്തനം സൃഷ്ടിച്ചുകൊണ്ട് ശ്രദ്ധേയമായ നാഴികക്കല്ലിലെത്തിയതായി ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ അഭിപ്രായപ്പെട്ടു. ഏഷ്യൻ വികസന ബാങ്ക് പ്രസിഡന്റും ബിൽഗേറ്റ്സും ടാറ്റ ട്രസ്റ്റ്, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ സ്ഥാപനങ്ങളും ശുചിത്വ ഭാരത് ദൌത്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് സന്ദേശം അയച്ചു. ശുചിത്വം ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ശുചിത്വ ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിരന്തര പരിശ്രമം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വച്ഛ് ഭാരത് അഭിയാൻ 10 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച സ്വച്ഛതാ ഹി സേവ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇറാനിലെ ടെൽ അവീവിലുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുത്തു. ഇന്നലെ വൈകുന്നേരമാണ് ടെൽ അവീവിന്റെ തെക്കൻ പ്രദേശത്ത് 2 പേർ നടത്തിയ വെടിവയ്പിൽ 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. അതേസമയം യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെ ഇസ്രായേലിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയതിന്റെ പശ്ചാത്തലത്തിൽ ഗുട്ടറസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി അംഗങ്ങൾ റാലി സംഘടിപ്പിച്ചു. ഗുട്ടറസിനെ രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയതായി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതിനെ യുഎൻ സെക്രട്ടറി ജനറൽ അപലപിക്കാത്തതാണ് വിലക്കിന് കാരണം. ഇസ്രായേലിന്റെ ശത്രുക്കളെ യുഎൻ പിന്തുണയ്ക്കുന്നുവെന്ന് ഇസ്രായേൽ പറഞ്ഞു. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിലെ ചില വ്യോമതാവളങ്ങൾ തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ വലിയ തോതിൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും വ്യോമസേനയുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ലെന്നും സൈന്യം വ്യക്തമാക്കി. അതേസമയം ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയൻ പറഞ്ഞു. എന്നാൽ ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ദോഹയിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയോടൊപ്പം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ വിനോദ് കുമാർ. In his first public remarks since Tehran fired a barrage of ballistic missiles at Israel, Iran's Supreme Leader Ayatollah Ali Khamenei has made a series of statements. Speaking on Wednesday, Khamenei refrained from directly addressing the missile attack, instead focusing on broader regional issues.
He took to social media platform X to criticize Western nations, stating, "If the villainy of the US and certain European countries is removed from this region, undoubtedly these conflicts and wars will be completely eliminated." Khamenei's speech also touched upon Israel's ongoing conflict with Lebanon and assassination of Hezbollah leader Hassan Nasrallah. ഇസ്രായേലിലെ ഇന്ത്യൻ പൌരന്മാരോട് ജാഗ്രത പാലിക്കാനും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും ടെൽ അവീവിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു. എല്ലാവരും സുരക്ഷാ സ്ഥാനങ്ങളിൽ തുടരണം. പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രായേൽ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടണമെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ എംബസിയുമായി ബന്ധപ്പെടണമെന്നും എംബസി വൃത്തങ്ങൾ പറഞ്ഞു. ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രികയിലെ 5 പ്രധാന വാഗ്ദാനങ്ങൾ ബിജെപി ഇന്ന് പുറത്തിറക്കും. പ്രകടന പത്രിക ഘട്ടം ഘട്ടമായി പുറത്തിറക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള അസം മുഖ്യമന്ത്രിയുമായ ഹിമന്ത ബിശ്വ ശർമ്മ റാഞ്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഝാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ച് 25 വർഷം പിന്നിടുന്ന സാഹചര്യത്തിൽ 25 പ്രധാന വിഷയങ്ങൾ ഉൾപ്പെടുത്തിയാണ് പ്രകടന പത്രിക പുറത്തിറക്കുന്നതെന്നും ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യുഎൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സുള്ളവനുമായി നടത്തിയ ചർച്ച ഫലപ്രദമായിരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് ഫിലിപ്പ് ഗോർഡനുമായും ശ്രീ ജയശങ്കർ ചർച്ച നടത്തിയതായി മന്ത്രാലയം അറിയിച്ചു. വിവിധ ആഗോള വിഷയങ്ങളും ഉഭയകക്ഷി സഹകരണവും സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയം സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സന്ദർശനവേളയിൽ തന്റെ പാർലമെന്റ് മണ്ഡലമായ ഗാന്ധിനഗറിൽ നിരവധി പദ്ധതികൾക്ക് ശ്രീ ഷാ ഇന്ന് തുടക്കം കുറിക്കും. 6ാമത് ഇന്ത്യ യുഎസ് സിഇഒ ഫോറത്തിന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും അമേരിക്കൻ വാണിജ്യമന്ത്രി ജീന റൊമാൻഡോയും സഹ അധ്യക്ഷത വഹിച്ചു. ഉഭയകക്ഷി സഹകരണം, വ്യാപാരം, സാമ്പത്തിക വളർച്ച എന്നിവ മെച്ചപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ഇന്ത്യ യുഎസ് വ്യാപാര വ്യവസായ ബന്ധം സംബന്ധിച്ച് ചർച്ച നടത്തുന്നതിനുള്ള ഏറ്റവും വലിയ വേദിയാണ് ഇന്ത്യ യുഎസ് സിഇഒ ഫോറം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്ത് 9 ദിവസം നീണ്ടുനിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ ദിനത്തിൽ ദുർഗാദേവിയെ ശൈലപുത്രിയുടെ രൂപത്തിലാണ് ആരാധിക്കുന്നത്. അനന്തപുരിക്ക് പുണ്യം ചൊരിയാനെത്തുന്ന നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് ഇന്നലെ ഉച്ചയ്ക്ക് കേരള അതിർത്തി കളിയിക്കാവിളയിൽ ഊഷ്മളമായ വരവേൽപ്പ് ലഭിച്ചു. കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന ഘോഷയാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ പൌരാവലിയുടെ സ്വീകരണം നൽകും. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം കരമന ആവടിയമ്മൻ ക്ഷേത്രത്തിലെത്തി വേൽമുരുകനെ വെള്ളിക്കുതിരമേൽ വെച്ച് അലങ്കരിച്ച ശേഷം വൈകിട്ട് 6:30 വേൽമുരുകനെയും സരസ്വതി ദേവിയെയും 300 ദേവിയെയും പത്മനാഭസ്വാമി ക്ഷേത്ര കിഴക്കേ നടയിലേക്ക് എഴുന്നള്ളിക്കും. തുടർന്ന് സരസ്വതി ദേവിയെ പത്മനാഭസ്വാമി ക്ഷേത്ര സരസ്വതി മണ്ഡപത്തിലും വേൽമുരുകനെ ആര്യശാല ദേവി ക്ഷേത്രത്തിലും 300 ദേവിയെ ചെന്തിട്ട ദേവി ക്ഷേത്രത്തിലും രാത്രി കുടിയിരുത്തും. തുടർന്ന് 9 ദിവസത്തെ നവരാത്രി പൂജകൾക്ക് ശേഷം വിഗ്രഹങ്ങൾ തമിഴ്നാട്ടിലേക്ക് മടക്കയാത്ര നടത്തും. ICC വനിതാ 2020 ലോകകപ്പിന്റെ 9ാം പതിപ്പിന് ഇന്ന് ഷാർജയിൽ തുടക്കമാകും. ഈ മാസം 20 വരെ നടക്കുന്ന മത്സരങ്ങളിൽ 10 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. നാളെ ന്യൂസിലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആരായിരിക്കും സ്വപ്നസമാനമായ കിരീട നേട്ടം സ്വന്തമാക്കുക എന്നതാണ് ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്നത്. 7ാം കിരീടത്തിൽ മുത്തമിട്ട് വനിതാ ക്രിക്കറ്റിൽ തങ്ങൾ അജയ്യരാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാൻ ഓസ്ട്രേലിയയ്ക്കാകുമോ? മോഹക്കപ്പ് ഒരിക്കൽ കൂടി വെസ്റ്റ് ഇൻഡീസിനോ ഇംഗ്ലണ്ടിനോ ലഭിക്കുമോ? അതുമല്ലെങ്കിൽ 2020 ഫൈനലിൽ കണ്ണീരണിഞ്ഞ ഇന്ത്യൻ വനിതകൾക്ക് ഇതാദ്യമായി കപ്പുയർത്താൻ അറേബ്യൻ മണ്ണ് സാക്ഷിയാകുമോ? എണ്ണം പറഞ്ഞ 10 ടീമുകൾ 2 ഗ്രൂപ്പുകളിലായി പൊരുതാനിറങ്ങുമ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയ്ക്ക് തന്നെയാണ് മുൻതൂക്കമെങ്കിലും ഹർമൻപ്രീത് കൌർ നയിക്കുന്ന വയനാട്ടുകാരി സജന സജീവനും തിരുവനന്തപുരത്തെ ആശാ ശോഭനയും സാന്നിധ്യമാകുന്ന ഇന്ത്യയും വാനോളം പ്രതീക്ഷയിലാണ്. ഫൈനലടക്കം 23 കളികൾ. ഈ മാസം 20 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. കേരളത്തിൽ അടുത്ത 4 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 1998 നടന്ന സൈനിക വിമാന അപകടത്തിൽ മരിച്ച തോമസ് ചെറിയാന്റെ ഭൌതിക ശരീരം ഇന്ന് തിരുവനന്തപുരത്തെത്തിക്കും. നാളെ ജന്മനാടായ പത്തനംതിട്ടയിലെത്തിച്ച് സംസ്കാരം നടത്തും. കോട്ടയം വഴിയുള്ള പുതിയ മെമു ട്രെയിൻ സർവീസ് ഒക്ടോബർ 7 മുതൽ സർവീസ് ആരംഭിക്കും. കൊല്ലം മുതൽ എറണാകുളത്തേക്ക് പോകുന്ന സ്ഥിരം യാത്രക്കാർക്ക് സൌകര്യമൊരുക്കും വിധമാണ് പുതിയ സർവീസ് ക്രമീകരണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദിവാസി സമൂഹത്തെ ശാക്തീകരിക്കാതെ വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ശുചിത്വ ഭാരത് ദൌത്യം ഇന്ത്യയ്ക്ക് സഹായകമായതായി ലോക നേതാക്കൾ. ദൌത്യം നടപ്പാക്കിയതിൽ പ്രധാനമന്ത്രിക്ക് അഭിനന്ദന പ്രവാഹം. ഇറാനിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇസ്രായേലിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് UN സെക്രട്ടറി ജനറലിനെ വിലക്കിയതിന്റെ പശ്ചാത്തലത്തിൽ അന്റോണിയോ ഗുട്ടറസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി. രാജ്യത്ത് 9 ദിവസം നീണ്ടുനിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ICC വനിതാ 2020 ലോകകപ്പിന്റെ 9ാം പതിപ്പിന് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.